പ്രിയപ്പെട്ടവരെ, നമ്മൾ അമൃത സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ബോർഡ് കാണുന്നുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. അവർക്ക് 25 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള അമൃത ബേക്കറി എന്ന പേരിൽ മറ്റൊരു ബ്രാഞ്ചും ഉണ്ട്. അപ്പം ഞാൻ അവിടെ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു. എന്തിനാണെന്ന് വെച്ചാൽ നല്ലെണ്ണ, മുളക് പൊടി, ഉലുവ, അതുപോലെ പല പല സാധനങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു. ഇതെന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ സംരംഭം തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം അച്ചാർ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ആരംഭിക്കാം എന്ന് വിചാരിച്ചു. അതിനാണ് ഈ മുളക് പൊടിയും ഉലുവയും പിന്നെ ഞാൻ പച്ചമുളകും ഇഞ്ചിയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ തുടങ്ങുമ്പോൾ നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം നിങ്ങളെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്താലല്ലേ എനിക്ക് ഈ സംരംഭം വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും പ്രോത്സാഹനവും എല്ലാം എനിക്ക് വേണം. അപ്പോൾ ഞാൻ എൻ്റെ ആ ചെറിയ ഒരു സംരംഭം ആരംഭിക്കട്ടെ. അപ്പോൾ ഞാൻ ആ സാധനങ്ങളൊക്കെ എടുത്തു. ഇനി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. കാശെല്ലാം കൊടുത്ത് വീട്ടിലെത്തി നാരങ്ങ പറിക്കാനായിട്ട് പോയപ്പോൾ കാണാം വീട്ടിൻ്റെ മേൽക്കൂരയിലൊരു മയിൽ. അതൊരു പ്രത്യേക കാഴ്ചയായിട്ട് തോന്നി. അപ്പോൾ എന്നിട്ട് ഞാൻ നാരങ്ങയെല്ലാം പറിച്ച് ഇങ്ങോട്ട് വന്നപ്പം എന്നെ സ്നേഹിക്കുക എൻ്റെ കൊച്ചു കുട്ടികൾ. എന്നിട്ട് നമ്മൾ അടുക്കളയിലേക്ക് പോയി നാരങ്ങയുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കിയപ്പോൾ എന്തൊക്കെ ഇട്ടുമെന്ന് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അച്ചാറിടാൻ അറിയാം, എങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതല്ലേ, അപ്പോൾ ഒന്ന് കാണിക്കാം. നാരങ്ങയെല്ലാം ഞാൻ നല്ലോണം അരിഞ്ഞ് എടുത്തിട്ട് ആദ്യമേ തന്നെ നാരങ്ങയിൽ ഞാൻ ഉപ്പ് ചേർത്ത് വെച്ചു. അതുകൊണ്ട് എനിക്ക് ഉപ്പിടുന്ന ഭാഗം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ നാരങ്ങ ഞാനൊരൽപ്പം ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിൽ വയ്ക്കുകയാണ്. അപ്പം കുറച്ച് നാരങ്ങ ഉണ്ട്, വലിയ നാരങ്ങയല്ലേ. അതെല്ലാം നമുക്ക് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ടതിന് ശേഷം നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കടുകിട്ട് അതിൻ്റെ കൂടെ ഉലുവയും ഇട്ടിട്ടുണ്ട്, മുഴുവൻ ഉലുവയും. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം ഇട്ടു. സ്റ്റിക്കർ ഡിസൈൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം.